നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ചു കൊന്നു. കുറ്റിക്കോൽ വളവിലെ അശോകനാണ് വെടിയേറ്റ് മരിച്ചത്. ജ്യേഷ്ഠൻ ബാലകൃഷ്ണൻ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് SSLC പരീക്ഷ ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ 157 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 20,573 പേർ. കർണാടകയിൽ 3 വിദ്യാർത്ഥിനികൾക്ക് നേരെ ആസിഡ് ആക്രമണം. മലയാളി വിദ്യാർത്ഥി കസ്റ്റഡിയിൽ. ചെർക്കള ടൗണിലെ സർവീസ് റോഡ് നിർമ്മാണത്തിലെ അപാകതയിൽ പ്രതിഷേധം ശക്തം. ചെർക്കള ജനകീയ കൂട്ടായ്മ ബഹുജന പ്രതിഷേധ സംഗമം നടത്തി. ദേശീയപാത വികസന പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ഷിറിയ പ്രദേശം ഒറ്റപ്പെടുന്നതിന്റെ ആശങ്കയിൽ നാട്ടുകാർ. പരിഹാരം മേൽപ്പാലമാണെങ്കിലും ആവശ്യം ചുവപ്പുനാടയിൽ. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ 28 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം. കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുറ്റിക്കോലിൽ ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ച് കൊന്നു. കുറ്റിക്കോൽ വളവിൽ നൂഞ്ഞങ്ങാനത്തെ നാരായണൻ നായരുടെ മകൻ അശോകനാണ് വെടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ ജ്യേഷ്ഠൻ ബാലകൃഷ്ണനെ ബേഡകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് കുറ്റിക്കോലിൽ ജ്യേഷ്ഠനെ അനുജൻ വെടിവെച്ച് കൊലപ്പെടുത്തി. കുറ്റിക്കോൽ നൂഞ്ഞങ്ങാനത്താണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം അരങ്ങേറിയത്. നൂഞ്ഞങ്ങാനത്തെ നാരായണൻ നായരുടെ മകൻ അശോകനാണ് വെടിയേറ്റു മരിച്ചത്. സംഭവത്തിൽ ജ്യേഷ്ഠൻ ബാലകൃഷ്ണനെ ബേഡകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ജ്യേഷ്ഠൻ ബാലകൃഷ്ണൻ അയൽവാസിയുടെ നാടൻ തോക്ക് ഉപയോഗിച്ച് സഹോദരനായ അശോകനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. വിവരമറിഞ്ഞെത്തിയ ബേഡകം പോലീസ് ബാലകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് SSLC പരീക്ഷ ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ 157 കേന്ദ്രങ്ങളിലായി 20,573 പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. മാർച്ച് 25 വരെയാണ് പരീക്ഷ. ഈ വർഷത്തെ SSLC, THSLC, AHLC പരീക്ഷ ആരംഭിച്ചു. ആദ്യ ദിവസം മലയാളമായിരുന്നു വിഷയം. രാവിലെ 9:30 പരീക്ഷ തുടങ്ങി. 15 മിനിറ്റ് മനസ്സ് തണുപ്പിക്കാനുള്ള സമയമാണ്. 9:45 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി തുടങ്ങി. 11:15 ആദ്യ ദിന പരീക്ഷ അവസാനിച്ചു. ഇന്ന് നമുക്ക് ഉണ്ടായത് മലയാളം ഫസ്റ്റ് ആയിരുന്നു പരീക്ഷ. ലൈഫിൽ ആദ്യമായിട്ട് ഒരു വലിയൊരു പൊതുപരീക്ഷയും നമ്മൾ നേരിടുന്നു. ആദ്യത്തെ പരീക്ഷയിൽ നല്ലൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളത്തിന് ടൈം തികഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളൂ, പിന്നെ വേറൊന്നുമില്ല. നല്ല എല്ലാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള പരീക്ഷ ഇതേപോലെ എഴുതിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു നല്ലൊരു കോൺഫിഡൻസോടെ കൂടി നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ടൈമിൻ്റെ കാര്യത്തിൽ മാത്രം അത് മെയിൻറ്റെയിൻ ആക്കിയെങ്കിൽ എല്ലാം ശരിയാവും. ടൈം കുറഞ്ഞായി എല്ലാം നല്ല ഇതുണ്ടായിന്. ഇപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നു. എക്സാം കഴിഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ആക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. സംസ്ഥാനത്തെ 2,955 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,105 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത്. മാർച്ച് 25 വരെയാണ് പരീക്ഷ. 2,17,525 ആൺകുട്ടികളും 2,09,580 പെൺകുട്ടികളും പരീക്ഷ എഴുതും. സർക്കാർ സ്കൂളുകളിൽ നിന്ന് 1,43,557 കുട്ടികളും എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് 2,55,360 കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് 28,188 കുട്ടികളും പരീക്ഷ എഴുതും. ഗൾഫ് മേഖലയിൽ 536 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 285 പേരും പരീക്ഷ എഴുതുന്നുണ്ട്. ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ 26 പേരും പരീക്ഷ എഴുതുന്നു. കാസർഗോഡ് ജില്ലയിൽ 157 കേന്ദ്രങ്ങളിലായി 20,573 പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. സർക്കാർ മേഖലയിൽ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 601 പേരാണ് പരീക്ഷ എഴുതുന്നത്. എയ്ഡഡ് മേഖലയിൽ നായന്മാർമൂല TIHSസിലാണ് ഏറ്റവും കൂടുതൽ പേരെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത്. 806 പേരാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. 458 പേർ പരീക്ഷ എഴുതുന്ന ചട്ടഞ്ചാൽ MIC ആണ് അൺഎയ്ഡ് മേഖലയിൽ മുന്നിൽ.
കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് 11,529 കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ 9,044 പേരുമാണ് പരീക്ഷ എഴുതുന്നത്. മാർച്ച് 25 വരെയാണ് പരീക്ഷ. ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലാണ് മൂല്യനിർണ്ണയം. മെയ് 2ാം വാരം ഫലം പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിൽ ആളില്ലാത്ത സമയത്ത് മാർബിൾ തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തിത്തുറന്ന് 75,000 രൂപ കവർന്നു. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാജസ്ഥാനിൽ ദൗസ ജില്ലയിലെ ജലാൽപൂർ ഗ്രാമവാസി വിജേന്ദ്രനും ബന്ധുക്കളും താമസിച്ചു വരുന്ന വീടിന്റെ പിൻവാതിലിന്റെ പൂട്ട് ഓടാമ്പൽ ഉൾപ്പെടെ കുത്തിപ്പൊളിച്ചായിരുന്നു മോഷണം. മകൻ ലോകേഷ്, സഹോദരന്മാരായ ബ്രജേഷ്, വിനോദ് കുമാർ, ധർമ്മേന്ദ്ര എന്നിവർക്കൊപ്പം ജോലിക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ പൂട്ട് തകർത്തത് കണ്ടത്. വീടിനകത്തെ മുറിയിലെ ഇരുമ്പ് മേശയുടെ വലിപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് പണം കവർന്നത്. 25 വർഷമായി തൃക്കരിപ്പൂരിലും പയ്യന്നൂരിലുമായി രാജസ്ഥാൻ സ്വദേശികൾ മാർബിൾ തൊഴിൽ ചെയ്യുന്നവരാണ്. രാവിലെ ജോലിക്ക് പോയിട്ട് പൂട്ടിയിട്ടാണ് പോയത്. വൈകുന്നേരം വരുമ്പോൾ സമയത്ത് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മളെ നോക്കിയപ്പോൾ നല്ല മുന്നത്തെ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് പൂട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പൊട്ടിച്ച് മുന്നത്തെ വാതിൽ പോയി നോക്കുമ്പോൾ തുറന്ന് കിടക്കുന്നുണ്ട്. എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഒരു മറ്റേ ടേബിളുണ്ട്, ആ ടേബിളിന് റാക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു. സ്ക്രൂ ഡ്രൈവറുണ്ട് പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് 75,000 രൂപ ഉണ്ടായിരുന്നു, അത് പോയി. വിജേന്ദ്രനും കെട്ടിട ഉടമ ഷാഹുൽ ഹമീദും നൽകിയ പരാതിയിൽ ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. പരിസരത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഉർമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർണാടകയിൽ 3 വിദ്യാർത്ഥിനികൾക്ക് നേരെ മലയാളി വിദ്യാർത്ഥിയുടെ ആസിഡ് ആക്രമണം. ബെൽത്തങ്ങാടിയിലെ കടബയിൽ കോളേജ് ക്യാമ്പസിൽ മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ അബിൻ എന്ന വിദ്യാർത്ഥിയാണ് മുഖം മൂടി ധരിച്ചെത്തി ആക്രമണം നടത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബെൽത്തങ്ങാടി കടബയിലെ ഗവൺമെന്റ് കോളേജിൽ തിങ്കളാഴ്ചയാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. മലപ്പുറം നിലമ്പൂർ സ്വദേശിയും MBBS വിദ്യാർത്ഥിയുമായ അബിനാണ് മുഖം മൂടി ധരിച്ചെത്തി ആക്രമണം നടത്തിയത്. അലീന, സിബി, അർച്ചന, അമൃത എന്നീ കുട്ടികൾക്കു നേരെയാണ് ആസിഡ് ആക്രമണം നടത്തിയത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. മറ്റു 2 പേർക്ക് നിസാര പരിക്കുകളാണുള്ളത്. സംഭവത്തെ തുടർന്ന് അബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രണയ നൈരാശ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി മലയാളി വിദ്യാർത്ഥി കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള ചെർക്കള ടൗണിലെ സർവീസ് റോഡ് നിർമ്മാണത്തിലെ അപാകതയിൽ പ്രതിഷേധം ശക്തം. ചെർക്കള ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ സംഗമം നടത്തി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചെർക്കള ടൗണിൽ താഴ്ത്തി നിർമ്മിക്കുന്ന സർവീസ് റോഡ് നിലവിലുള്ള റോഡിന് അനുസൃതമായി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ചെർക്കള ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ സംഗമം നടത്തി. എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. ഈ ചെർക്കളയെ സംബന്ധിച്ചിടത്തോളം 100% ന്യായമായ ഒരു ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ നമ്മുടെ ഭാഗത്ത് ന്യായമില്ല എന്നാണ് കരുതുന്നത്. ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. ഇവിടെ അറസ്റ്റ് കാണിച്ച് പീഡിപ്പിക്കാൻ വരുന്ന ആളുകളുണ്ടാവും, അതിനേക്കാൾ തോക്ക് കാണിച്ച് പീഡിപ്പിക്കാൻ വരുന്ന ആളുകളുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തോക്കിൻ്റെ മുമ്പിൽ ഭയക്കാൻ പാടില്ല, അധികാരികളുടെ ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കാൻ പാടില്ല. ഞങ്ങളെ ജനപ്രതിനിധിയാക്കിയത് ജനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ ധർണയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഒരു ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് അറ്റം വരെയും നിങ്ങൾക്ക് വേണ്ടി ഈ പ്രശ്നത്തിൽ പോകാൻ ഒരു ജനപ്രതിനിധി എന്ന് ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ്, അബ്ദുല്ലക്കുഞ്ഞി ചെർക്കള, ജലീൽ എരുതുംകടവ്, A നാരായണൻ, AR ധന്യവാദ്, നാസർ ചെർക്കളം, ഹാരിസ് തായൽ, മൂസാബി ചെർക്കള, മുത്തലിബ് ബേർക്ക, ഹസീന റഷീദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് BM ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ദേശീയപാത വികസന പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ഷിറിയ പ്രദേശം ഒറ്റപ്പെടുന്നതിൻ്റെ ആശങ്കയിൽ നാട്ടുകാർ. പരിഹാരം മേൽപ്പാലമാണെങ്കിലും ഈ ആവശ്യം ചുവപ്പ് നാടയിലാണ്. മംഗൽപാടി പഞ്ചായത്തിലെ 14-15 വാർഡുകളിലായി ഷിറിയ വില്ലേജിൽ കിഴക്ക് പടിഞ്ഞാറായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഷിറിയ. ഇരു പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ മേൽപ്പാലം എന്ന കാലങ്ങളായുള്ള ആവശ്യം പരിഗണിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിലും ദേശീയപാത വികസനത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. കിഴക്ക് ഷിറിയ കുന്നിലും പടിഞ്ഞാറൻ തീരദേശ ഷിറിയയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ മേൽപ്പാലം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിഗണനാ വിഷയമായിരുന്നു. എന്നാൽ ഇത് ഇപ്പോഴും ചുവപ്പ് നാടയിൽ തന്നെയാണ്. ദേശീയപാത വികസനം പൂർത്തിയാവുന്ന മുറയ്ക്ക് മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കാലങ്ങളായി ആളുകൾ റെയിൽവേ പാളം മുറിച്ചു കടക്കാൻ ഉപയോഗിച്ചിരുന്ന വഴികൾ സമീപ ഭാവിയിൽ റെയിൽവേ അടക്കുന്നതോടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി ദേശീയപാതയിൽ എത്തേണ്ട സാഹചര്യമുണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ആരാധനാലയങ്ങളുമുള്ള ഷിറിയ കുന്നിലെയും സ്ഥിതി ഇതുതന്നെ. ഇരുഭാഗത്തുമായി 1000-ലേറെ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. റെയിൽപാളവും ദേശീയപാതയും കടന്ന് ഇരുഭാഗത്തേക്കും കടന്നുപോകാൻ 100 മീറ്റർ സഞ്ചരിച്ചിരുന്നിടത്ത് ഒരു പ്രദേശത്തെ 2 ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ 4 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാവുക. 1000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഷിറിയ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഷിറിയ തീരദേശ പോലീസ് സ്റ്റേഷൻ, വിവിധ മദ്രസുകൾ, ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ, ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സ്, പ്രശസ്തമായ ശങ്കർ നാരായണ ക്ഷേത്രം, ബിലാൽ ജുമാ മസ്ജിദ്, ഒളയം ജുമാ മസ്ജിദ്, ഷിറിയ ജുമാ മസ്ജിദ്, സത്യസായി ബാബ മഠം എന്നിവിടങ്ങളിലേക്കുള്ള ആയിരക്കണക്കിന് ആളുകളും വിദ്യാർത്ഥികളും സമീപ ഭാവിയിൽ വലിയ ദുരിതത്തിലാകും. ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്ന ഒരു സ്ഥലത്തിന് ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് വളരെ അത്ഭുതകരം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഈ ജനങ്ങളുടെയും ഈ നാട്ടുകാരുടെയും ഈ 4 കിലോമീറ്റർ ചുറ്റി വരുന്ന സംഗതിനെ ഇല്ലാണ്ടാക്കി ഷിറിയക്കാർക്കും വളയക്കാർക്കും വളരെ ഉപകാരപ്രദമായ ഈ സംഗതി തീർത്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ലെവൽ ക്രോസിംഗ് ഇല്ലാതാക്കുക എന്ന ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ കേന്ദ്ര സർക്കാർക്കുള്ളത്. അപ്പോൾ അത് വരുന്ന സമയത്ത് മുട്ട ഗേറ്റിലുള്ള ലെവൽ ക്രോസിംഗ് അത് കാലക്രമേണ അത് ക്യാൻസലാവാൻ പോകുന്നുണ്ട്. അപ്പോൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അണ്ടർപാസ് കൊടുക്കുക എന്ന് അത് പാസ്സാവുകയും അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് കിട്ടിയാൽ NH-നുള്ള ഓവർ ബ്രിഡ്ജ് കിട്ടിയത് അതേ സമയത്ത് നമുക്ക് റെയിൽവേ ലൈനിൽ ഒരു ഓവർ ബ്രിഡ്ജ് ഇവിടെ കിട്ടിയാൽ എല്ലാവർക്കും ഗുണപ്രദമാകും. എല്ലാവർക്കും ആവശ്യമുള്ളത് ഒരു ഡിമാൻഡാണ്. റെയിൽവേ മേൽപ്പാലം എന്ന ആവശ്യവുമായി ആരംഭിച്ച ഷിറിയ വികസന സമിതി ഈ വിഷയത്തിൽ സജീവമായി പോരാട്ട രംഗത്തുണ്ട്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. പൾസ് പോളിയോ ബോധവൽക്കരണ സന്ദേശവുമായി രംഗത്തെത്തി മാതൃകയായിരിക്കുകയാണ് പോളിയോ ബാധിതനായ ഹക്കീം കമ്പാർ. വാഹന പ്രചരണയാത്ര നടത്തിയാണ് സന്ദേശം ജനങ്ങളിൽ എത്തിച്ചത്. 2024 മാർച്ച് 4-ന് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകണമെന്ന സന്ദേശം നൽകിക്കൊണ്ട് വാഹന പ്രചരണവുമായാണ് ഹക്കീം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. വാഹന പ്രചരണത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്ത് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് രാംദാസ്, മലേറിയ വിഭാഗം ഓഫീസർ M വേണുഗോപാലൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പ്രശാന്ത് NP, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത്, ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പോളിയോ ബാധിതനായ ഗ്രേഡ് 2 ജീവനക്കാരനാണ് ഹക്കീം കമ്പാർ. ചിലത് മതപരമായത്, ചില അന്ധവിശ്വാസങ്ങൾ മൂലം പലരും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പോളിയോ ബാധിതനായ എനിക്ക് തന്നെ പോളിയോ ബാധിച്ചത് എനിക്ക് മരുന്ന് അപ്പോൾ നൽകാൻ കിട്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇത് സമൂഹത്തിൽ ഇനി ഒരാർക്കും ഈ ഭൂമുഖത്തിന് തന്നെ ഈ പോളിയോ വിമുക്തമാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കാസർഗോഡ് മഞ്ചേശ്വരം മേഖലകളിൽ ഞാൻ ഇന്ന് എൻ്റെ യാത്ര നടത്തുന്നത്. അവരെ കൂടുതൽ ബോധവൽക്കരിപ്പിക്കാൻ വേണ്ടിയിട്ടും പോളിയോ രോഗത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ യാത്ര. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ബോവിക്കാനം AUP സ്കൂളിലെ 71ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ഇതോടൊപ്പം യാത്രയയപ്പും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബോവിക്കാനം AUP സ്കൂളിലെ 71ാം വാർഷികാഘോഷവും യാത്രയയപ്പും വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും നാളെയുടെ മഹൽ വ്യക്തിത്വങ്ങളാണ്. നിങ്ങളിലുള്ള സിദ്ധികൾ പരിപാലിച്ച് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ട ബാധ്യത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. എത്രയോ വലിയ മഹാനുഭാവന്മാർ, മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള മഹാനുഭാവന്മാരുടെയൊക്കെ അവരുടെയൊക്കെ പള്ളിക്കൂട കഥകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഓരോരുത്തരുടെയും വ്യക്തിത്വം എങ്ങനെയാണ് അവർ പൊലിപ്പിച്ച് കൊണ്ടുവന്നത് എന്നതിൻ്റെ അടിയാധാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ പരമസത്യമാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളേതായിരിക്കുന്ന വ്യക്തിത്വം വേണം. മറ്റൊരാളാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. എനിക്ക് യേശുദാസാവാൻ പറ്റില്ല, എനിക്ക് മറ്റൊരാളാവാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഞാനാവാൻ പറ്റണം. അതിനുള്ള പരിശ്രമം നമ്മൾക്കുണ്ടാവണം എന്നാണ് എനിക്ക് പറയാം. PTA പ്രസിഡന്റ് V. അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. അനീസ മൻസൂർ മല്ലത്ത്, അബ്ബാസ് കൊളച്ചപ്പ്, അഗസ്റ്റിൻ ബർണാഡ്, സ്കൂൾ മാനേജർ ഗംഗാധരൻ നായർ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശേഖരൻ നമ്പ്യാർ, ശ്രീജ, റൌഫ് ബാലനടുക്കം, നാരായണൻ മാസ്റ്റർ, P. ജയകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ, വേണുകുമാർ, സുലോചന കുമാരി, ഖാലിദ് വെള്ളിപ്പാടി, ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക രാഗിണി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. സ്കൂൾ മാനേജർ ഗംഗാധരൻ നായർ ഉപഹാരം സമർപ്പിച്ചു. ചടങ്ങിൽ ഹിന്ദി വർക്ക് ബുക്കിൻ്റെ പ്രകാശനം നടന്നു. സ്കൂളിലെ രാഷ്ട്രഭാഷാ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ബുക്ക് തയ്യാറാക്കിയത്. ചടങ്ങിൽ വെച്ച് കുഞ്ഞെഴുത്ത് ഡയറി പ്രകാശനവും നടന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ 28 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. സമാപന ദിവസം പെരുങ്കളിയാട്ട നഗരിയിലേക്ക് ലക്ഷങ്ങളുടെ ജനപ്രവാഹം. ഉച്ചവെയിലിൽ കാത്തുനിന്ന പതിനായിരങ്ങളെ സാക്ഷിയാക്കിയാണ് കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നത്. 28 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കാപ്പാട്ട് ഭഗവതിയും പോർക്കലി ഭഗവതിയും ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കേരളത്തിലെ യാദവരുടെ ആദ്യ കഴകങ്ങളിൽ ഒന്നാം കഴകമാണ് കാപ്പാട്ടു കഴകം. ഭഗവതിയുടെ പന്തൽ മംഗലമാണ് പെരുങ്കളിയാട്ടമെന്നാണ് വിശ്വാസം. സമാപന ദിവസം കളിയാട്ട നഗരിയിലേക്ക് നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു. രാവിലെ മുതൽ തന്നെ ക്ഷേത്രവും പരിസരവും വിശ്വാസികളാൽ നിറഞ്ഞു. മികച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും തിരക്ക് നിയന്ത്രിക്കാൻ വളണ്ടിയർമാർ നന്നേ പാടുപെട്ടു. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ റോഡുകളും കാപ്പാട്ട് കഴകത്തിലേക്ക് എന്ന നിലയിലായിരുന്നു ജനപ്രവാഹം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജലസംരക്ഷണ യജ്ഞം നടത്തി ഓട്ടമല വനസംരക്ഷണ സമിതി. ഓട്ടമല വനാന്തരങ്ങളിൽ നീരുറവ 2024 നാച്ചുറൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലോക വന്യജീവി ദിനത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലാണ് കേരള വനം വന്യജീവി വകുപ്പ്, ഓട്ടമല വനസംരക്ഷണ സമിതി, സർപ്പ പഗ്മാർക്ക് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓട്ടമല വനാന്തരങ്ങളിൽ നീരുറവ 2024 നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഓട്ടമല വനത്തിനുള്ളിൽ നീരുറവകൾ കണ്ടെത്തി സംരക്ഷിച്ചു നിർത്തുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി 6ഓളം നീരുറവകൾ കണ്ടെത്തി ചെറുകുളങ്ങളും ബ്രഷ്വുഡ് ചെക്ക് ഡാമുകളും സംഘം നിർമ്മിച്ചു. ഇത്തരം പ്രവൃത്തി വന്യജീവികൾക്ക് ജലലഭ്യതയ്ക്കും അതുപോലെ ഭൂമിയുടെ ഭൂഗർഭജല വിതാനം ഉയർത്തുന്നതിന് സഹായകമാണെന്ന് ക്യാമ്പ് സാക്ഷ്യപ്പെടുത്തുന്നു. ആ 2 ദിവസം നിങ്ങളോട് കൂടെ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കും ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരു 2 ദിവസമായി മാറാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് എനിക്കും വരാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ ഇവിടെ മാഡം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് 2 ദിവസമായി അനുഭവപ്പെട്ടത്. ഇതുവരെ ഒരു പ്രവർത്തനത്തിലും ഇറങ്ങിപ്പെടാതെ ഒരു ജോലിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോയിരുന്ന ഒരാള്
പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ട്, ഒരു സോഷ്യൽ വർക്കുമായി പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മനസ്സോടെ ഇറങ്ങി തിരിച്ച് വരിക എന്നുള്ളത് വരുന്ന പെട്ടെന്നൊരു നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം കൂടിയാണ്, നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം കൂടിയാണ്. ക്യാമ്പിന്റെ ഭാഗമായി തുമ്പോടി ഇന്റർസ്റ്റേറ്റ് ബൗണ്ടറിയിലേക്ക് ട്രക്കിംഗും സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിന്റെ ഭാഗമായി ഒട്ടമലയിലെ ദീർഘനാളായി വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന എം ബാലകൃഷ്ണൻ, കമലാസനൻ, ലളിതകുമാരി MP എന്നിവരെ ആദരിക്കുകയും ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉപഹാരങ്ങൾ നൽകി. ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പനത്തടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ ശിവദാസൻ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ B. സേസപ്പ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രാഹുൽ RK, ഷിഹാബുദ്ദീൻ AK, അഭിജിത്ത് MP, ആരതി എന്നിവരും സർപ്പ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് പനയാൽ, പഗ്മാർക്ക് ഫൌണ്ടേഷൻ കോർഡിനേറ്റർ ശ്രീജിത്ത്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രീതി, വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പനത്തടി പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഫീൽഡ് തല സാമ്പത്തിക സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പനത്തടി പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഫീൽഡ് തല സാമ്പത്തിക സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. റിസർവ് ബാങ്ക് തിരുവനന്തപുരം DGM ശ്രീകുമാർ KB ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ലീഡ് ബാങ്ക് മാനേജർ ബിമൽ NV സ്വാഗതം പറഞ്ഞു. ഫീൽഡ് തല സാമ്പത്തിക സാക്ഷരതാ പരിപാടി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ 100% കൈവരിച്ച 10 പഞ്ചായത്തുകളെ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത്, എൻമകജി ഗ്രാമപഞ്ചായത്ത്, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത്, പനത്തടി ഗ്രാമപഞ്ചായത്ത്, കള്ളാർ ഗ്രാമപഞ്ചായത്ത്, ബേളൂർ ഗ്രാമപഞ്ചായത്ത്, കാറിടുക്കി ഗ്രാമപഞ്ചായത്ത്, കുമ്പടാജി ഗ്രാമപഞ്ചായത്ത്, ഉദുമ ഗ്രാമപഞ്ചായത്ത്, വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവയെ 100% സാമൂഹിക സുരക്ഷാ പദ്ധതി കൈവരിച്ച പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ്, കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ, കുമ്പടാജി ഗ്രാമപഞ്ചായത്ത് ഹമീദ് P എന്നിവരെ പരിപാടിയിൽ RBI പുരസ്കാരം നൽകി ആദരിച്ചു. RBIയുടെ സ്നേഹോപഹാരമായി 10 ജലസംഭരണികൾ പനത്തടി പഞ്ചായത്ത് ഹാളിൽ വെച്ച് 10 കമ്മ്യൂണിറ്റി ഹാളുകൾക്ക് വേണ്ടി പ്രതിനിധികൾക്ക് കൈമാറി. നബാർഡ് DDM ദിവ്യ KB, 15ാം വാർഡ് മെമ്പർ വേണുഗോപാൽ, ബാങ്കിംഗ് പ്രതിനിധികളായ രമേശ് നാരായണൻ, അനൂപ് വിശ്വൻ, രഹന, രമണ എന്നിവർ സംസാരിച്ചു. CFL കോർഡിനേറ്റർ ലിൻസി വിശദീകരണം നടത്തി. പരപ്പ ബ്ലോക്ക് FLC ഫ്രാൻസിസ് സാമ്പത്തിക സാക്ഷരതാ ക്ലാസ് കൈകാര്യം ചെയ്തു. RBI ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ ശ്യാം സുന്ദർ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. കൂട്ടം കുടുംബ കൂട്ടായ്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, ഏച്ചിക്കാനം ശ്രീ ഗുരുജി വിദ്യാമന്ദിരം എന്നിവ സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ A. വേലായുധൻ കൊടവലം ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി അശരണർക്ക് ഒരു കൈത്താങ്ങെന്ന മുദ്രാവാക്യത്തോടെ പ്രവർത്തിക്കുന്ന കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി സുരേഷ് കുമാർ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ 2013 നവംബർ 1 രൂപം കൊണ്ടത്. പിന്നീട് ഇങ്ങോട്ട് ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കൂട്ടം കുടുംബ കൂട്ടായ്മ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കൂട്ടായ്മയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, ഏച്ചിക്കാനം ശ്രീ ഗുരുജി വിദ്യാമന്ദിരം എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ A. വേലായുധൻ കൊടവലം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് വളരെയേറെ മനുഷ്യ സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരും പറയാറുണ്ട് സമൂഹത്തിൽ നിന്ന് മനുഷ്യത്വമില്ല, കരുണയില്ല, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇന്ന് വളരെയേറെ നമ്മളെ സാംസ്കാരികമായി നമ്മുടെ സമൂഹം പുരോഗമിക്കുകയും അതോടൊപ്പം തന്നെ മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അത് ഒട്ടേറെ സംഘടനകൾ, പേരെടുത്ത് പറയാൻ പറ്റാത്ത വണ്ണം ഒട്ടനവധി സംഘടനകൾ ഇന്ന് ഏതൊരു മനുഷ്യജീവി കഷ്ടപ്പെടുന്നുവെങ്കിലും അവിടെ ഓടിയെത്തുകയും അവരൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളെ മുമ്പിലുള്ളത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് ആലങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൂട്ടം കുടുംബ കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് വിജയൻ, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയകുമാർ, ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗണേശൻ, ആസ്റ്റർ മിംസ് ആശുപത്രി കോർഡിനേറ്റർ രാജു തോമസ്, ട്രഷറർ സംഗീത, വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പ്രമീള ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജയകുമാർ, സന്തോഷ് ചിറ്റാരിക്കാൽ, സിൽവി സോജൻ, ശ്രീലക്ഷ്മി സുനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു.
കൂട്ടം കുടുംബ കൂട്ടായ്മ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അംബിക സുനിൽ സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മാർച്ച് 6-ന് കേരളത്തിലെ കൂട്ടം കുടുംബ കൂട്ടായ്മയിലെ വനിതാ അംഗങ്ങൾ രക്തം ദാനം ചെയ്യും. ഇതുകൂടാതെ വിഷുദിനാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 101 അനാഥ അഗതി വൃദ്ധ മന്ദിരത്തിൽ ഏപ്രിൽ 21-ന് വിഷുസദ്യയും ഒരുക്കും. ജീവകാരുണ്യ മേഖലകളിൽ ഇതിനകം മാതൃകാപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കൂട്ടം കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇനിയും നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ 37-ാം വാർഡ് കാഞ്ഞങ്ങാട് കടപ്പുറത്ത് ജനവാസ മേഖലയിൽ പുതുതായി ആരംഭിക്കുവാൻ പോകുന്ന മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. ജനവാസ കേന്ദ്രത്തിൽ അംഗൻവാടിക്ക് സമീപത്തായി മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത്. കാഞ്ഞങ്ങാട് നഗരസഭ 37-ാം വാർഡ് കാഞ്ഞങ്ങാട് കടപ്പുറത്താണ് ടവർ സ്ഥാപിക്കാനൊരുങ്ങുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ടവർ നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ടവർ ജനവാസ കേന്ദ്രത്തിൽ സ്ഥാപിക്കരുതെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ 37-ാം വാർഡ് കൌൺസിലർ CK അഷ്റഫ്, CPIM തീരദേശ ലോക്കൽ സെക്രട്ടറി ബാലൻ, നാരായണൻ, AV രാമചന്ദ്രൻ, സീമ സുമേഷ് കടപ്പുറം എന്നിവർ സംസാരിച്ചു. നമുക്ക് ഒരു യോഗം വിളിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ വരാനും അത് വിജയിപ്പിക്കാനും നമ്മുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു മനസ്സ് ആദ്യം വേണം. നമ്മൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും മനസ്സിപ്പോൾ എവിടെയല്ലോ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സുമേഷ് ആരോ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ധൃതിയാണ്, ഇരിക്കാൻ പോലും നമുക്ക് സമയമില്ലേ. നമ്മൾ ഈ തൊട്ടടുത്ത് ഒരു മാനദണ്ഡവും പാലിക്കാതെ ഒരു ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടിയത്. അപ്പോൾ ഈ ഭാഗത്ത് ഒരുപാട് രോഗികളും കുട്ടികളും തൊട്ടടുത്ത അംഗൻവാടികളും ഒക്കെ ഉള്ള ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഈ ടവർ മാറ്റി സ്ഥാപിക്കണമെന്ന് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി ഇവിടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയുള്ള പ്രവർത്തനം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇന്ന് മുതൽ ഉണ്ടാകുമെന്ന് തീരുമാനത്തിന്റെ ഭാഗത്തിൽ നമ്മൾ ഇന്ന് ചേർന്ന യോഗം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിച്ചോളും. പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് വരും ദിവസങ്ങളിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ചു കൊന്നു. കുറ്റിക്കോൽ വളവിലെ അശോകനാണ് വെടിയേറ്റ് മരിച്ചത്. ജ്യേഷ്ഠൻ ബാലകൃഷ്ണൻ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് SSLC പരീക്ഷ ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ 157 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 20,573 പേർ. കർണാടകയിൽ 3 വിദ്യാർത്ഥിനികൾക്ക് നേരെ ആസിഡ് ആക്രമണം. മലയാളി വിദ്യാർത്ഥി കസ്റ്റഡിയിൽ. ചെർക്കള ടൗണിലെ സർവീസ് റോഡ് നിർമ്മാണത്തിലെ അപാകതയിൽ പ്രതിഷേധം ശക്തം. ചെർക്കള ജനകീയ കൂട്ടായ്മ ബഹുജന പ്രതിഷേധ സംഗമം നടത്തി. ദേശീയപാത വികസന പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ഷിറിയ പ്രദേശം ഒറ്റപ്പെടുന്നതിന്റെ ആശങ്കയിൽ നാട്ടുകാർ. പരിഹാരം മേൽപ്പാലമാണെങ്കിലും ആവശ്യം ചുവപ്പ് നാടയിൽ. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ 28 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം. കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.